ഇപ്പോൾ മൗറീഷ്യസിലോട്ട് ഒരു വുഡ് ഫാക്ടറിയിലോട്ട് അധികം വേക്കൻസി വന്നിട്ടുണ്ട്, കുറച്ചധികം വേക്കൻസീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ ഫിറ്റ് ഔട്ട് ക്ലസ്റ്റർ വർക്കേഴ്സിനെയാണ് ആവശ്യം. അത് വന്നിട്ടുള്ള ബിൽഡിംഗ് പെയിന്റേഴ്സിന് ആവശ്യമുണ്ട് 6 പേര്, ഫർണിച്ചർ കാർപ്പൻറ്റർ, ഫർണിച്ചർ പോളിഷർ 8 പേര് ആവശ്യമുണ്ട്. ദെൻ ഫാക്ടറി ക്ലസ്റ്റർ സ്റ്റാഫ് ആവശ്യമുണ്ട്. അതിൽ വന്നിട്ടുള്ള ഡ്രാഫ്റ്റ്മാന് 2 പേര്, ജൂനിയർ ഡ്രാഫ്റ്റ്മാന് 6 പേര്, ക്യാബിനറ്റ് വിഷൻ ഓപ്പറേറ്റർ 2 പേര്, കട്ടിംഗ് ലിസ്റ്റ് ടെക്നീഷ്യൻ 4 പേര്, CNC പ്രോഗ്രാമർ 2 പേര്, സൈറ്റ് ഇൻസ്റ്റാളേഷൻ ടെക്നീഷ്യൻ 2 പേര്, ക്വാണ്ടിറ്റി സർവേവർ 2 പേര്, എസ്റ്റിമേറ്റർ 2 പേര്. ദെൻ വർക്കേഴ്സ് സൈഡിലോട്ട് വന്നിട്ടുള്ളത് ടിംബർ യാർഡ് മെഷീനിസ്റ്റ് ഓർ കാർപ്പൻറ്റർ 6 പേര്, വെനീർ സെക്ഷൻ മെഷീൻ ഓപ്പറേറ്റർ വെനീർ പ്രസിംഗ് 5 പേര്, വെനീർ സെക്ഷനിലോട്ട് തന്നെ എഡ്ജിങ് മെഷീൻ ഓപ്പറേറ്റർ 4 പേര് ആവശ്യമുണ്ട്. അതുപോലെ മെഷീൻ ഓപ്പറേറ്റർ പാനൽ സോ അത് 2 പേര് ആവശ്യമുണ്ട്. ദെൻ മെഷീൻ ഓപ്പറേറ്റർ ബീം സോ അതും വെനീർ സെക്ഷനിലോട്ടാണ് 2 പേര് ആവശ്യമുണ്ട്. CNC ഓപ്പറേറ്റർ ഒരു 4 പേര് ആവശ്യമുണ്ട്. ഫർണിച്ചർ അസംബിൾ കാർപ്പൻറ്റർ ഒരു 11 പേര്. ദെൻ സ്റ്റെയിനേഴ്സ് 4 പേര്, വെഹിക്കിൾ കാർ പെയിന്റർ സ്പ്രേ 4 പേര് ആവശ്യമുണ്ട്, പോളിഷർ 4 പേര്. ഇത്രയും വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇന്റർവ്യൂയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആൾ എടുക്കുന്നത്. സാലറി കാര്യങ്ങളൊക്കെ അപ്പോഴായിരിക്കും പറയുന്നത്. അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും, മെസ്സ് കാര്യങ്ങളൊക്കെ കാണും. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ട് നിങ്ങൾ 3000-4000 മൗർ മന്ത്ലി സ്പെൻഡ് ചെയ്യേണ്ടി വരത്തുള്ളൂ. സാലറിക്ക് അത്യാവശ്യം നല്ല സാലറി കാണും. സോ താല്പര്യമുള്ള ഈ വീഡിയോ നന്നായിട്ട് കാണുക. അതിൽ എന്തൊക്കെ വേക്കൻസി ഞാൻ പറയുന്നുണ്ടെന്ന് നോക്കുക. സോ ഇതിൽ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക. ബിക്കോസ് വൺസ് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞാൽ നിങ്ങളെ ടെസ്റ്റിങ്ങിന് വിടും. അവിടെ നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം, എന്നിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. സോ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. വളരെ കുറഞ്ഞ ചിലവിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് കയറി പോകാൻ പറ്റും. ഓക്കെ.